ഇന്ത്യയുടെ ഐസ്ക്രീം രാജ്ഞി എന്നറിയപ്പെടുന്ന വനിതയാണ് രജനി ബെക്ടർ. 2021 രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു. 1940 പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് രജനി ബെക്ടർ ജനിച്ചത്. പിന്നീട് ഡൽഹിയിലേക്ക് അവർ താമസം മാറ്റി. പഠന കാലഘട്ടത്തിൽ തൻ്റെ 17ാമത്തെ വയസ്സിൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിശാലമായ ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലേക്കാണ് രജനി അയക്കപ്പെട്ടത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പാചകത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്ന രജനി സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിരുന്നു. ദൈവം തനിക്ക് നൽകിയ ഈ കഴിവിനെ ഒരു ബിസിനസ്സാക്കി മാറ്റുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് വലിയ എതിർപ്പാണ് ഉണ്ടായത്. കാരണം അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു വനിത ബിസിനസ് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ സഹകരണം രജനി ബെക്ടറിന് ലഭിച്ചു. ഭർത്താവിൻ്റെ സഹകരണത്തോടുകൂടി തൻ്റെ വീടിൻ്റെ പുറകുവശത്തായി ചെറിയൊരു ബേക്കറി അവർ ആരംഭിച്ചു. പിന്നീട് ഇത് വളർന്ന് മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിയായി വളർന്നു. ഇന്ന് അനേക രാജ്യങ്ങളിൽ ശാഖകളുള്ള കോടിക്കണക്കിന് രൂപ വിറ്റുവരവുള്ള ഒരു കമ്പനിയായി ഇത് വളർന്നു. 20,000 രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം അനേക രാജ്യങ്ങളിൽ ശാഖകളുള്ള വലിയ പ്രസ്ഥാനമായി മാറാൻ കാരണം ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ലക്ഷ്യബോധത്തോടെ ആത്മവിശ്വാസത്തോടെ തൻ്റെ കഴിവുകളെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്നുള്ളതായ ഒരു വനിതയുടെ ഉറച്ച തീരുമാനമായിരുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. കഴിവുകളില്ലാതെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഓരോ മനുഷ്യനും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന പോലെ ഓരോരുത്തരുള്ളിലും ദൈവം നിക്ഷേപിച്ചിരുന്ന കഴിവുകളും വ്യത്യസ്തങ്ങളാണ്. ഈ കഴിവുകളെ കണ്ടെത്തി മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും ധന്യമായി മാറുന്നത്. 5 അപ്പവും 2 മീനും കയ്യിലുണ്ടായിരുന്ന ഒരു ബാലൻ അത് ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ തയ്യാറായപ്പോഴാണ് ക്രിസ്തു അത് സ്വീകരിച്ച് അതിനെ വാഴ്ത്തി വിഭജിച്ച് അനേകർക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റിയത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ കഴിവുകൾ അത് കണ്ടെത്തി സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ അനേകർക്ക് പ്രയോജനമുള്ളവരായി നമ്മളും മാറുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം: നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്